വെൽക്കം ബാക്ക് എവ്രി വൺ. ഇന്ന് നമ്മളുള്ളത് നയഗ്രയിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നയഗ്ര ബട്ടർഫ്ലൈ കൺസർവേറ്ററി. ഇറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്ലാസ് ആൻഡ് ഗ്ലോസ് ബട്ടർഫ്ലൈ കൺസർവേറ്ററീസ് ഇൻ നോർത്ത് അമേരിക്ക. ഈ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത് അമേലിയയുടെ ബർത്ത്ഡേ ആയിട്ട് റിലേറ്റഡ് ആയിട്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് മൺഡേ ആയിരുന്നു അവളുടെ ബർത്ത്ഡേ. സൺഡേ ആണ് ഞങ്ങൾ ഈ ട്രിപ്പ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഇവിടെ എത്തി. നമുക്ക് ഒരു 1 hour ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് എത്തിയത്. അതിൽ കൂടുതൽ നേരം എന്തായാലും ഒന്നും നിൽക്കാൻ പറ്റില്ലായിരുന്നു. നല്ല ചൂടുള്ള ദിവസമായിരുന്നു. 31 degrees കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഓസ്റ്റിനോട് പറഞ്ഞപ്പോൾ ഓസ്റ്റും പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് ഐ ലൈക്ക് ഇറ്റ് ദെയർ ബിക്കോസ് ബട്ടർഫ്ലൈസ് ആർ ഫോർ ഗേൾസ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ഓസ്റ്റിൻ തന്നെയായിരുന്നു. അവന് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ബട്ടർഫ്ലൈനെ ടച്ച് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഐ എം ഗോയിങ് ടു ടെൽ മൈ ടീച്ചർ ദാറ്റ് ഐ വാസ് ഏബിൾ ടു ടച്ച് എ ബട്ടർഫ്ലൈ. ഓസ്റ്റിൻ്റെ ക്ലാസ്സിൽ ലാസ്റ്റ് വീക്കിൽ അവർക്ക് ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ക്ലാസ്സിൽ പോയി അത് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ഈ കൺസർവേറ്ററിയിൽ 2000-ലേറെ വൈബ്രൻ്റ്ലി കളേർഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട്. അതുപോലെ ഒരു 180 മീറ്ററോളം നടക്കാനുള്ള വഴിയും, അപ്പോൾ അതിന് ചുറ്റുമൊക്കെ ട്രോപ്പിക്കൽ പ്ലാന്റ്സും നല്ല പൂക്കളൊക്കെ ആയിട്ട് നേച്ചർ ലവേഴ്സിനും അതുപോലെ എല്ലാ ഏജിലുള്ളവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ല ടൈം ഈവനിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ചാൽ വെയിലൊക്കെ അല്പം കുറഞ്ഞു കഴിയുമ്പം കുറച്ച് കംഫർട്ടബിളായിട്ട് നമുക്ക് ഇവിടെയൊക്കെ നടന്ന് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പിള്ളേരുമൊക്കെ ആയിട്ട് പോകുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നല്ലൊരു ടൈം. 1996 ഈ നയഗ്ര കൺസർവേറ്ററി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 9 കിലോമീറ്റർ നോർത്ത് ഓഫ് നയഗ്ര ഫോൾസിലാണ്. പിന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പ്രയർ ബുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ്ലി നമുക്ക് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുന്നതിന് 1 hour മുമ്പ് എത്തണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അറ്റ് എ ടൈം 300 വിസിറ്റേഴ്സിനൊക്കെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. പിന്നെ കുറച്ച് മുമ്പോട്ട് കിടന്നപ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു. ഈ ബട്ടർഫ്ലൈസിൻ്റെ ലൈഫ് സ്പാൻ ഒരു 2 to 4 weeks ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3000-ലേറെ ബട്ടർഫ്ലൈസിനെ എല്ലാ മാസവും ഇവർ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ കൺസർവേറ്ററിയുടെ ഗ്ലാസ് ഡോമിൽ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഇതിൽ പോയി സ്റ്റക്കായിട്ട് they will die due to hypothermia. ഇവിടെയുള്ള ബട്ടർഫ്ലൈ ഫുഡ് പ്ലാന്റ്സ് ഒക്കെ ഒരു 2 to 3 weeksലൊക്കെ റീപ്ലേസ് ചെയ്യാറുണ്ട്. ബിക്കോസ് കാറ്റർപില്ലേഴ്സ് ഹാവ് ലാർജ് എപ്പറ്റൈറ്റ്സ്. പിന്നെ ഈ വിസിറ്റിന് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. യു ക്യാൻ വാച്ച് them come out of the cocoon, dry their wings and take their first flight. Monarchs, swallowtails, owls, mosaics, blue morphos, ലേസ്വിങ്സ്, സ്മോൾ പോസ്മെൻസ് എന്ന് തുടങ്ങിയ ഒരു 45 സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഇതിനുള്ളിലുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു വെയർ ബ്രൈറ്റ് ക്ലോത്ത്സ്. ഇഫ് യു ആർ ലക്കി ലൈക്ക് ദിസ്, ദെൻ ദ ബട്ടർഫ്ലൈസ് വിൽ ലാൻഡ് ഓൺ യു. നയഗ്രയിൽ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങൾ എങ്ങനെ മിസ് ഔട്ട് ചെയ്തെന്ന് ഇതുവരെ ഒരു ക്ലൂവും കിട്ടുന്നില്ല. അപ്പോൾ ഇനി വൈകിക്കണ്ട, ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ദിസ് ഇസ് മീ ദിവ്യ സൈനിങ് ഓഫ്. ബൈ ഫോർ നൗ.